നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ റെയർ റെസിപ്പീസ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നു. വളരെ സന്തോഷം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സാധാരണ എല്ലാ ഹോട്ടലുകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് ബജ്ജി. വാഴപ്പഴ ബജ്ജി, നേന്ത്രപ്പഴ ബജ്ജി. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ കോമൺ ആയി കിട്ടാറുണ്ട്. ഇത് എൻ്റെ വെർഷനാണ്. ഓക്കെ, അപ്പോ ഇതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വരിക. ഇത് നേന്ത്രപ്പഴം, ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം എന്നും പറയാറുണ്ട്, നേന്ത്രപ്പഴം എന്നും ഇതിന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ പഴം നമ്മളിങ്ങനെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, കണ്ടില്ലേ? ഓക്കെ, ഇപ്പോൾ ഗോതമ്പ് മാവ്, പിന്നെ അതിൻ്റെ അരഭാഗം അരിമാവ്, ഇത് സാഫ്രൺ പൗഡർ, കാഡമം പൗഡർ, ഇത് ഉപ്പ്. ഈ സാമഗ്രികളെല്ലാം ചേർത്ത് നമ്മളിത് മാവാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ബാറ്റർ എന്ന് പറയുന്നത്. ഈ മാവാണ് നമ്മൾ ബജ്ജി ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ സാമഗ്രികളാണ് നേന്ത്രപ്പഴ ബജ്ജി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നേന്ത്രപ്പഴ ബജ്ജി, ഇതിനു വേണ്ട സാമഗ്രികൾ നമ്മൾ നോക്കി. ഇപ്പോൾ ഇത് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വരിക. ഈ ബേണർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കണ്ടില്ലേ? ഫ്ലെയിം ഓണായി. ഫ്ലെയിമിൻ്റെ പുറത്ത് പാത്രം വയ്ക്കുന്നു. പാത്രത്തിൻ്റെ അതിനെ മൂടി അടുത്ത് വയ്ക്കുന്നു. ആദ്യമായി ഈ പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഇതിൽ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. ഒരു 1/2 ലിറ്ററോളം കുക്കിംഗ് ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഈ എണ്ണ ചൂടാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മാവ് നമ്മൾ അതിൻ്റെ അടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ, സ്ലൈസസ് നമ്മൾ അടുത്ത് വയ്ക്കുന്നു. നമ്മൾ ഈ കൈകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മുടെ കൈകൾ. അപ്പോൾ അത് മാവിൽ പതുക്കെ ഈ മറ്റേ കഷ്ണങ്ങൾ മാവിലാക്കി പിന്നെ നമ്മൾ എണ്ണയിലിടും. അപ്പോൾ കൈകൾ നമ്മൾ വൃത്തിയായി വെച്ചിരിക്കണം. അപ്പോൾ കൈകളും 2 കൈകളും നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലപോലെ കൈകൾ വാഷ് ചെയ്യുക. ഏതായാലും കുക്കിങ്ങിന് മുമ്പ് എപ്പോഴും കൈകൾ വൃത്തിയായി നമ്മൾ വാഷ് ചെയ്യണം. പക്ഷെ ഇന്ന് കൈകൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി മാവിൽ നമ്മൾ ആദ്യം ഇങ്ങനെ മാവിലിട്ട് അത് പതുക്കെ എണ്ണയിലിടുന്നു. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കൈ എണ്ണയിലായി പോകല്ലേ. കണ്ടില്ലേ? നല്ല ഗോൾഡൻ ബ്രൗൺ ബജ്ജി തയ്യാറാകുന്നു, ഫ്രൈ ആകുന്നു. ഈ ഫ്ലെയിം ഇപ്പോൾ നമ്മൾ കുറയ്ക്കുന്നു. ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഗോൾഡൻ ബ്രൗൺ ബജ്ജി പതുക്കെ ഓരോന്നായി നമ്മൾ തിരിച്ചിടുന്നു. ഏകദേശം നമുക്ക് വേണ്ട പരുവത്തിൽ തന്നെ നമ്മൾ അത് കിട്ടി.
ഇതാണ് വാഴപ്പഴ ബജ്ജി. ഇപ്പം ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തട്ടിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ എടുക്കുക. അതാണ് എൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ ആയിക്കോളും. വാഴപ്പഴ ബജ്ജി റെഡിയായി. നേന്ത്രപ്പഴ ബജ്ജി നിങ്ങൾ കണ്ടു. ഇങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എനിക്ക് എഴുതുക. മോഹൻ ശർമ്മ celebrityKitchen@gmail.com ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് എഴുതുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം.